ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രസിദ്ധ മുസ്ലിം തറവാടായ മാളികപ്പുറത്ത് ജനിച്ചതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ OBC മാപ്പിളക്കൂട്ടത്തിൽ മെമ്പർഷിപ്പ് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങളിൽ മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലേ? അത് ആ കേവല ജനനം കൊണ്ട് സാധ്യമല്ല. മുസ്ലിം സമുദായത്തിലെ ഒരു അംഗമെന്ന് പറഞ്ഞ് നടന്നതുകൊണ്ടും സാധ്യമല്ല. അതിന് റബ്ബുൽ ആലമീനെ തിരിച്ചറിയുകയും പരിചയപ്പെടുകയും വേണം. അത് അടിസ്ഥാന യോഗ്യതയാണ്. ആ റബ്ബുൽ ആലമീനെ പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പച്ചയായ ജീവിതത്തിൽ ഇടപെടുന്ന ഇടപെടലുകൾ, എന്നിലും നിങ്ങളിലും പടച്ച റബ്ബ് പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ, അല്ലാഹുവിന്റെ നടപടിക്രമങ്ങൾ എന്നിലും നിങ്ങളിലും നടക്കുന്നത് നാം മനക്കണ്ണുകൊണ്ട് കാണുകയും മനസ്സുകൊണ്ടറിയുകയും അത് ഉൾക്കൊള്ളുകയും വേണം. ഇതാണ് റബ്ബുൽ ആലമീനെ പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് റബ്ബുൽ ആലമീനെ കാണാതെ ഭൗതിക ചിന്ത കൊണ്ട്, യുക്തി ചിന്ത കൊണ്ട് ഈ ലോകത്തെ നിമിത്തങ്ങളും കാര്യകാരണങ്ങളും ഇവിടെ നാം കാണുന്ന പടപ്പുകളുടെ ചലനങ്ങളും അവകളുടെ ഫലങ്ങളും അതിന്മേൽ നാം മുറുകെ പിടിച്ചാൽ, അതിന്മേലെ നമ്മുടെ ചിന്തയെ കൊണ്ടുപോയി വച്ചാൽ നാം കാഫിറാൻ. എന്ന് വെച്ചാൽ, എനിക്ക് പണമുണ്ടായി ഞാൻ കച്ചവടം ചെയ്തിട്ട്, തെറ്റാണത്. അങ്ങനെയാണെങ്കിൽ എല്ലാ കച്ചവടക്കാർക്കും പണം ഉണ്ടാകണ്ടേ? എനിക്ക് പണമുണ്ടായി ഞാൻ അധ്വാനിച്ചിട്ട്, തെറ്റാണത്. അങ്ങനെയെങ്കിൽ അധ്വാനശീലർക്കൊക്കെ പണം ഉണ്ടാകണ്ടേ? എനിക്ക് ആരോഗ്യം കിട്ടി, ഞാൻ നല്ല വൈറ്റമിനുകളുള്ള കലോറികൾ ഉൾക്കൊണ്ട ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ആരോഗ്യം കിട്ടി, തെറ്റാണത്. എന്റെ രോഗം സുഖപ്പെട്ടു, എന്റെ രോഗത്തിന് ശമനമുണ്ടായി, ഞാൻ മരുന്ന് കുടിച്ചതുകൊണ്ട്, മരുന്ന് കഴിച്ചതുകൊണ്ട്, ചികിത്സിച്ചതുകൊണ്ട്, തെറ്റാണത്. അങ്ങനെയാണെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ഒറ്റൊന്നും മരിക്കാൻ പാടില്ല, തെറ്റാണത്. എന്റെ കൃഷി വളർന്നു, എനിക്ക് ഫലം തന്നു, എനിക്ക് വിളവ് തന്നു, മഴയുണ്ടായതുകൊണ്ട്, മഴയുണ്ടായി വർഷകാലമായതുകൊണ്ട്, തെറ്റാണത്. തണുപ്പുണ്ടായി, തണുപ്പിന്റെ കാലമായതുകൊണ്ട്, അത് തെറ്റാണെന്ന് ഇപ്പൊ നമുക്ക് ബോധ്യായില്ലേ? സാധാരണ ഡിസംബറിലൊക്കെ രാത്രി എന്ത് വിറക്കുന്ന തണുപ്പല്ലേ? ഈ ഡിസംബറിൽ വല്ല തണുപ്പും കിട്ടിയോ? രാത്രി ഫാൻ ഓണാക്കാതെ ഉറങ്ങാനേ നമുക്ക് പറ്റിയിട്ടില്ല. പിന്നെ ജനുവരി വന്നതിന് ശേഷം ഒരു 2-3 ദിവസം തണുപ്പ് കിട്ടിയത്. അതുകൊണ്ട് ഭൗതികമായ നിമിത്തങ്ങൾ, അസ്ബാബുകൾ, കാരണങ്ങൾ, ഉപാധികൾ, മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങളിൽ നമ്മുടെ ചിന്തയെ ബന്ധിപ്പിക്കുകയല്ല വേണ്ടത്. ആ അസ്ബാബുകളുടെ നിയന്താവായ കാരണങ്ങൾക്കപ്പുറത്ത് മറഞ്ഞു നിൽക്കുന്ന റബ്ബുൽ ആലമീനെ നാം കണ്ടേ മതിയാകൂ. ആ റബ്ബുൽ ആലമീനെ പരിചയപ്പെട്ടേ മതിയാകൂ. ഒരാൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? നല്ല മഴയൊക്കെ കിട്ടിയതുകൊണ്ട് എന്റെ കൃഷി വളർന്നു, എനിക്ക് വിളവ് കിട്ടി, അല്ലേ? മഴക്കാലം വന്നപ്പോ നല്ല മഴ ഉണ്ടായി, അതുകൊണ്ട് റാഹത്തായി. ഇത് റബ്ബ് മഴക്കാലം, സാധാരണ മഴ കിട്ടുന്ന കാലത്ത് മഴ വർഷിപ്പിച്ചു എന്ന അർത്ഥത്തിലാണ് ഈ കുഴപ്പമില്ല. റബ്ബ് എന്ന കൺസെപ്റ്റ് മനസ്സിലില്ലാണ്ട് ഒരുത്തം പറഞ്ഞാൽ ആ നിമിഷം അവൻ കാഫിറാണെന്ന് ഖാല റസൂലുള്ളാഹി. എന്റെ കച്ചവടം കൊണ്ട് എനിക്ക് പണം കിട്ടി, റബ്ബ് എന്നെ കൊണ്ട് കച്ചവടം ചെയ്യിപ്പിച്ചു, ആ ഉപാധിയിലൂടെ റബ്ബ് എനിക്ക് തന്നു എന്ന ചിന്ത മറന്ന് ഞാൻ എന്റെ ബിസിനസ് കൊണ്ട് പണം കൊയ്തുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ നിമിഷം അവൻ കാഫിറാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ല സ്വഹീഹിൽ ഉദ്ധരിച്ചൊരു ഹദീസ് ഉണ്ട്.
സ്വഹാബത്തിനോട് അള്ളാന്റെ റസൂല് ചോദിക്കാണ്, അലാ തറൗന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കേൾക്കണോ? ഇതെങ്ങനെ വിവരം കിട്ടി? ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയണോ, കേൾക്കണോ? ഖാല, അവൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മാ അൻഅംതു അലാ അബ്ദി മിൻ നിഅമത്തിൻ, ഞാൻ എന്റെ പടപ്പുകളായ മനുഷ്യർക്ക്, മാനവ മക്കൾക്ക് എന്തൊരു അനുഗ്രഹം കൊടുത്താലും, എന്തൊരു സുഖം കൊടുത്താലും, എന്തൊരു നിഅമത്ത് കൊടുത്താലും, ആ നിഅമത്ത് കിട്ടുന്ന വിഭാഗത്തിൽ ഇല്ലാ അസ്ബഹ ഫരീഖും മിൻഹും ബിഹാ കാഫിറൂൻ, ഒരു വിഭാഗം ആളുകൾ ആ നിഅമത്ത് കൊണ്ട് കാഫിറാകുന്നവരുണ്ട്. ഞാൻ ജനങ്ങൾക്കിടയിൽ എന്റെ അനുഗ്രഹം ഓഹരി വെക്കുമ്പോൾ, വിഹിതിച്ചു കൊടുക്കുമ്പോൾ, ഫരീഖും മിൻഹും ബിഹാ കാഫിറൂൻ, ആ ജനങ്ങളിൽ നിന്നൊരു സംഘം ആളുകൾ ആ അനുഗ്രഹം കൊണ്ട് കാഫിറായി പോകും. എന്താണ് ആ പറഞ്ഞത്? യഖൂലൂൻ, അവർ ജൽപ്പിക്കുകയാണ്. ഏത്? അനുഗ്രഹം കിട്ടിയിട്ട് കാഫിറായ പാർട്ടിക്കാര്, വിഭാഗക്കാര്, സംഘം ജൽപ്പിക്കുകയാണ്. എന്താ ജൽപ്പിക്കുന്നത്? അൽ കവാകിബ് വബിൽ കവാകിബ്, നക്ഷത്രം കൊണ്ട്, ഇന്ന കാലം കൊണ്ട്, ശൈത്യകാലം കൊണ്ട്, പ്രപഞ്ചത്തിന്റെ ചലനം കൊണ്ട്, ഗോളങ്ങളുടെ ചലനം കൊണ്ട്, ഞാറ്റുവേല കൊണ്ട് എന്നിത്യാദി ഭാഷകൾ ഉപയോഗിക്കുന്ന ആളുകൾ റബ്ബിനെ മറന്നുകൊണ്ടാണ് അവരാ വാക്ക് പറയുന്നത് എങ്കിൽ ഉറപ്പായിട്ടും കാഫിറാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട് മക്കളെ. അപ്പൊ റബ്ബുൽ ആലമീന്റെ ഇടപെടല് അത് തിരിച്ചറിയണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് അവൻ ആരാന്ന് പരിചയപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട് ഖുർആനില്. ഖുർആനില് റബ്ബുൽ ആലമീൻ എന്നതിനെ വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനീ വയുസ്ഖീൻ വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ വല്ലദീ യുമീതുനീ സുമ്മ യുഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്നത്തെ ജനങ്ങളോട് വിശദീകരിക്കുകയാണ്, റബ്ബുൽ ആലമീൻ എന്നതൊരു വെറും പേരല്ല, ഒരു വെറും ഉപമയല്ല, ഒരു വിശേഷണമല്ല. അത് എല്ലാം ഉൾക്കൊണ്ട ഒരു സമ്പൂർണ്ണ നാമത്തിന്റെ സ്ഥാനത്താണ്. അല്ലദീ, അവൻ ആരാ? റബ്ബുൽ ആലമീൻ. ഖലഖനീ, അവൻ എന്നെ പടച്ചവനാണ്. എന്റെ മാതാപിതാക്കളുടെ ദാമ്പത്യ ജീവിതമല്ല എന്റെ സൃഷ്ടിപ്പിന്റെ നിദാനം, അതൊരു നിമിത്തം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അവർ ജീവിച്ചതിനനുസരിച്ചൊക്കെ ഞാൻ ഉണ്ടാകണ്ടേ? ഒരൊറ്റ സമയമല്ലേ ഞാൻ ഉണ്ടായിട്ടുള്ളൂ. എന്നെ പടച്ചവൻ റബ്ബ്, ഫഹുവ യഹ്ദീൻ, വഴി കാണിച്ചു തന്നവൻ അവൻ. ആത്മീയ വഴിയാണെങ്കിലും ഭൗതിക വഴിയാണെങ്കിലും കച്ചവടത്തിന്റെ മെത്തേഡാണെങ്കിലും തൊഴിലിന്റെ രീതിയാണെങ്കിലും യഹ്ദീൻ, വഴി കാണിച്ചവൻ അവൻ. വല്ലദീ ഹുവ യുത്ഇമുനീ വയുസ്ഖീൻ, എനിക്ക് ആഹാരം തന്നവൻ, എനിക്ക് വെള്ളം തന്നവൻ അവൻ മാത്രം, റബ്ബുൽ ആലമീൻ. വഇദാ മരിൽതു, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, ഒരു മരുന്നും എന്റെ ശമനത്തിന്റെ അടിസ്ഥാനമല്ല, നിമിത്തമാണെങ്കിലും ശമനം റബ്ബാണ് തരുന്നത്. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? രോഗം വിധിച്ചവനാണ് രോഗത്തിന് ശിഫ തരുന്നതും. അങ്ങനെയാണത്. മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹിനോടുള്ള സംഭാഷണത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ല പടച്ചോനെ, നീയല്ലേ രോഗം വിധിക്കുന്നവൻ, പടച്ചവൻ? അതെ. മരണം വിധിക്കുന്നതും നീയല്ലേ? അതെ. ആരോഗ്യം വിധിക്കുന്നതും നീയല്ലേ? അതെ. നീ ഉദ്ദേശിച്ചവരെ രോഗിയാക്കുമല്ലേ? ആ.
നീ തോന്നിയവർക്ക് വിധിച്ചവർക്ക് ആരോഗ്യം കൊടുക്കുമല്ലേ? അതെ. നീ തീരുമാനിക്കുമ്പോ മരണം നടക്കുമല്ലേ? അതെ. അപ്പൊ മൂസാ നബി ചോദിച്ചു, ഫമാ ബാലുൽ അത്തിബായി, പിന്നെ ഡോക്ടർമാരുടെ റോൾ എന്താ പടച്ചോനെ? ആരോഗ്യം നീ കൊടുക്കുക, രോഗം നീ വിധിക്കുക. ഫമാ ബാലുൽ അത്തിബായി, പിന്നെ വൈദ്യന്മാരുടെ റോൾ എവിടെ? അവരെ അവസ്ഥ എന്താണ്? അപ്പൊ അള്ളാഹു ഒരു സംഭവം പറഞ്ഞു. സംഗതി തമാശയാണ്, എന്നാ കാര്യമുണ്ട്. അല്ല മൂസാ നബിയെ, ഈ ഡോക്ടർമാരുടെ വൈദ്യന്മാരുടെ കാര്യം പറഞ്ഞാല് അവർക്കൊരു ഉപജീവന മാർഗവും രോഗികൾക്കൊരു സമാധാനവും. തീർന്നുട്ടോ? മനസ്സിലായില്ല. ഡോക്ടർമാർക്ക് വൈദ്യന്മാർക്കൊരു ഉപജീവന മാർഗവും രോഗികൾക്കൊരു സമാധാനവും. ട്രീറ്റ് ചെയ്തല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ ട്രീറ്റ്മെന്റ് ചെയ്തത് കൊണ്ട് ആയുസ് ഒരു 2 ദിവസം നീണ്ടു കിട്ടുന്നു? ചെയ്യാത്തത് കൊണ്ട് ഒരു 4 ദിവസം കുറഞ്ഞു പോകുന്ന ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റൂല, വേറെ എവിടെയെങ്കിലും പോയിരിക്കണോ? ഇസ്ലാമെന്ന് പുറത്താണ് അങ്ങനത്തെ ആള്. അപ്പൊ സത്യത്തില് ചികിത്സിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉള്ള കാലം ആശ്വാസത്തില് വേദന അറിയാതെ അല്ലേ പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യത്തിന്റെയും ആയുസിന്റെയും കാര്യത്തിൽ മരുന്നിനും ഡോക്ടർമാർക്കും ഒരു റോളുമില്ല കൂട്ടരെ. പരമസത്യ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം റബ്ബുൽ ആലമീന്റെ അർത്ഥം പറയാ, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, റബ്ബുൽ ആലമീനാണ്, അവൻ മാത്രമാണ് എനിക്ക് ശമനം തരുന്നത്. വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ, എന്നെ മരിപ്പിക്കുന്നതും അവൻ, ഇനി ഒരു നാൾ എന്നെ പുനരുദ്ധരിക്കുന്നവനും അവൻ തന്നെ, വീണ്ടും ജീവിപ്പിക്കുന്നവനും അവൻ തന്നെ. നബിമാരൊക്കെ ലോകത്ത് വന്നിട്ട് എന്താ പറഞ്ഞത്? പറഞ്ഞ വാക്ക് അല്ലാഹ് നല്ല പറഞ്ഞത്, ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅ്ബുദൂ ഹാദാ സിറാത്തും മുസ്തഖീം. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്. സകല നബിമാരും സമൂഹത്തിലേക്ക് വന്നിട്ട് പറഞ്ഞ വാക്ക് ഇതാണ്, ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും. അല്ലാഹ് ഏക ഇലാഹായ സർവശക്തനായ സർവജ്ഞനായ അല്ലാഹ്, അവൻ റബ്ബി, എന്നെ പോറ്റുന്നവൻ അവനാണ്. വറബ്ബുക്കും, നിങ്ങളുടെ റബ്ബും അവനാണ്. അതുകൊണ്ട് ഫഅ്ബുദൂ, നിങ്ങൾ ഇബാദത്തിലേക്ക് വരണം. ഏതുകൊണ്ട് മുഹമ്മദ് എന്ന് പേരുള്ളതുകൊണ്ട് വിവാദത്തിലേക്ക് വരണമെന്നോ അല്ല. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് വിവാദത്തിലേക്ക് വരണമെന്നോ അല്ല. ഈ സത്യം നിങ്ങൾ ആദ്യം ഉൾക്കൊള്ളണം. ഏത്? ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും, സർവരുടെയും നിയന്താവും പരിപാലകനും സംരക്ഷകനും സൃഷ്ടാവും അല്ലാഹുവാണെന്ന ബോധ്യത്തിൽ നിങ്ങൾ എത്തിയിട്ട് ഫഅ്ബുദൂഹു, അവനെ നിങ്ങൾ ആരാധിക്കുക. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് സ്വർഗത്തിലേക്കുള്ള നാഷണൽ ഹൈവേ. ഹാദാ, ഇത് ഏത്? ചുമ്മാ ഇബാദത്തല്ല, ചുമ്മാ അനുസരണയല്ല, റബ്ബുൽ ആലമീനെ മനസ്സുകൊണ്ട് തിരിച്ചറിഞ്ഞിട്ടുള്ള ഇബാദത്ത്. ഹാദാ സിറാത്തും മുസ്തഖീം, അത് മാത്രാണ് നേരായ വഴി. റബ്ബുൽ ആലമീനെ പരിചയപ്പെടാത്തവൻ കുടുങ്ങി. ഇവിടെ കുടുങ്ങി, മരിച്ചാ കുടുങ്ങി, ഖബറിൽ കുടുങ്ങി, എല്ലാ ഭാഗത്തും ലോക്കാണ്. ആര്? നിസ്കാരമില്ലാത്തവന്റെ കഥയല്ലേ ഈ പറഞ്ഞത്? നോമ്പ് പിടിക്കാത്തവന്റെ കഥയല്ല പറഞ്ഞത്? അതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന്റെയൊക്കെ ഉടമ ആർക്ക് വേണ്ടിയാണ് സമർപ്പിക്കുന്നത്? റബ്ബുൽ ആലമീന് വേണ്ടി. ആ റബ്ബുൽ ആലമീനെ തിരിച്ചറിഞ്ഞില്ലേ കഴിഞ്ഞു. ഒരു മനുഷ്യൻ മരിച്ചാല് ചോദ്യമുണ്ട്. എവിടെ ചോദ്യമുണ്ട്? ഖബറിൽ മാത്രല്ല, മരണപ്പെട്ട് ഖബറിലെത്തുന്നതിന്റെ മുമ്പ് ഒരു ജനാസ 40 ചോദ്യം ചോദിക്കപ്പെടുമെന്ന് പ്രമാണങ്ങളിൽ കാണാം. അവിടെ ചോദ്യമുണ്ട്. അതിന്റെ മുമ്പ് മരണം നടന്നിട്ട് അവന്റെ മയ്യിത്ത് അവിടുന്ന് എടുത്തിട്ട് ഖബറിൽ കൊണ്ടുപോയി അടക്കുന്നതിനിടയിലുള്ള സമയത്ത് ഇന്നല്ലാഹ തആല യസ്അലുഹു 40 സുആലാ, 40 ചോദ്യങ്ങൾ ഈ മയ്യിത്തിനോട് അപ്പൊ തന്നെ ചോദ്യം തുടങ്ങും. പ്രധാനപ്പെട്ട ഇന്റർവ്യൂ വരുന്നുള്ളൂ, അതിന്റെ ഒരു റിഹേഴ്സൽ എന്നോണം ഇവിടുന്ന് തന്നെ തുടങ്ങും ചോദ്യം. ഔവലുഹാ, ഈ സംഭവം ഖുർആനില് ഹദീസിലല്ല, ഈ തൗറാത്തിലടക്കം രേഖപ്പെടുത്തിയ വിഷയമാണ്. എവിടെ?
മൂസാ നബി അലൈഹിസ്സലാമിന്റെ കിതാബായ തൗറാത്തിലടക്കമുള്ള വിഷയമാണ് ഇത്. ഈ പറയുന്ന വിഷയം ഇമാം ഗസാലിയുടെ അയ്യുഹൽ വലദ് എന്ന കിതാബിൽ നിന്നാണ് ഞാൻ ഈ സംഭവം കാണുന്നത്. അവ്വലുഹ 40 ചോദ്യത്തിൽ നിന്നും ഒന്നാമത്തെ ചോദ്യം എന്താ? എടാ ചങ്ങാതി, അയ്യാമൻ വശുഹൂറൻ വഅവാമൻ അഅതൈതുക, എടാ നിനക്ക് ഞാൻ 80 വയസ്സ് ജീവിക്കാൻ അവസരം തന്നു, അല്ലെങ്കിൽ 65 വയസ്സ് ജീവിക്കാനുള്ള ചാൻസ് തന്നു. നിനക്ക് ദിവസങ്ങൾ തന്നു, ആഴ്ചകൾ തന്നു, മാസങ്ങളും വർഷങ്ങളും നിനക്ക് ഞാൻ അനുവദിച്ചു തന്നു. എന്നിട്ടട ചങ്ങാതി, പടപ്പുകൾ നിന്നെ നോക്കുന്ന നോട്ടസ്ഥാനം നീ മൊഞ്ചാക്കി, ആളുകൾ നിന്നെ നിരീക്ഷിക്കുന്ന നിരീക്ഷണത്തിന്റെ ഇടം നീ വൃത്തിയാക്കി, ഭംഗിയാക്കി. സിനീൻ, കൊല്ലങ്ങൾ നീ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി. അല്ലേ? കൊല്ലങ്ങൾ. ഒരു വീട് പണിയാൻ എത്ര കൊല്ലത്തെ പണി വേണം അല്ലേ? 10, 40, 50 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും, ഇപ്പോഴും ഒരു വീടായിട്ടുണ്ടാവില്ല. മന്ദറുൽ ഖൽഖ്, പടപ്പുകളുടെ നോട്ടസ്ഥാനമാണ് വീട്. ഉസ്താദെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ ആ വീട് ഉസ്താദ് കാണുമല്ലോ എന്നുള്ള ബേജാറുകൊണ്ട് വിളിക്കാതിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ. അല്ല, ഒരു ഗസ്റ്റിനെ പോലും വീട്ടിലേക്ക് കൊണ്ടുപോകില്ല, ഹോട്ടലിൽ നിന്ന് ചായ മേടിച്ച് പറഞ്ഞേക്കും. എന്താ കാരണം? മന്ദറുൽ ഖൽഖാണ്, പടപ്പുകളുടെ നോട്ടസ്ഥാനമാണ് വീട്. വാഹനം, വസ്ത്രം, ഇത്തരം സാധന സാമഗ്രികൾ വൃത്തിയാക്കുന്നതിനും ഭംഗിയാക്കുന്നതിനും ചങ്ങാതി നീ വർഷങ്ങളാണ് ചിലവഴിച്ചത്. എന്നാൽ വമാ തഹർത മല്ലരി സാഅതൻ, എന്റെ നോട്ടസ്ഥാനം വൃത്തിയാക്കാനും ഞാൻ നോക്കുന്ന ഇടം മനോഹരമാക്കാനും വൃത്തിയാക്കാനും 1 മണിക്കൂർ നീ ചിലവഴിച്ചില്ലല്ലോ ചങ്ങാതി. എന്നിട്ട് അല്ലാഹ് പറയാണ്, വകുല്ല യൗമിൻ അൻദുറു ഫീ ഖൽബിക, എല്ലാ ദിവസവും ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് നോക്കാറുണ്ട്. ആ ഹൃദയമൊന്ന് ചളി നീക്കുന്നുണ്ടോ? ഹൃദയത്തിലെ മനസ്സിലെ മാലിന്യം നീക്കുന്നുണ്ടോ? ഞാൻ നോക്കുന്ന ഇടം മൊഞ്ചാക്കി വെക്കുന്നുണ്ടോ എന്ന് ഞാൻ ഓരോ ദിവസവും നിരീക്ഷിക്കാറുണ്ട്. 1 മണിക്കൂർ സമയം പോലും നീ അതിനു വേണ്ടി സമയം ചിലവഴിച്ചില്ലല്ലോ. പടപ്പുകളുടെ നോട്ടസ്ഥാനം, അവർ നിരീക്ഷിക്കുന്ന ഇടങ്ങൾ ഒക്കെ മൊഞ്ചാക്കാനും വൃത്തിയാക്കാനും കൊല്ലങ്ങൾ ചെലവഴിച്ചപ്പോ എന്റെ നോട്ടം പതിയുന്ന ഇടം നന്നാക്കാൻ 1 മണിക്കൂർ നീ ചെലവാക്കിയില്ലല്ലോടാ. ഒന്നാമത്തെ ചോദ്യം. ഈ മനുഷ്യൻ പറയുന്ന മറുപടി എന്താ അറിയോ? യാ റബ്ബൽ ആലമീൻ, പടച്ചവനെ നിന്റെ നാമം പറഞ്ഞു നടക്കുകയല്ലാതെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഉരുവിടുകയല്ലാതെ, ആവർത്തിച്ച് ഓതുകയല്ലാതെ നിന്നെ എനിക്ക് പരിചയമില്ലായിരുന്നു തമ്പുരാനെ. അവന്റെ മറുപടി, പരിചയം ഉണ്ടെങ്കിൽ അവൻ നോക്കുന്ന ഇടം നന്നാക്കൂല. അവൻ നോക്കുന്ന ഇടം എവിടെ? ഹൃദയം. ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു, ലാ യൻദുറു, നോക്കുന്നില്ല, ഇലാ സുവരിക്കും, നിങ്ങളുടെ സ്ട്രക്ചറിലേക്ക്, നിങ്ങളെ ഫിഗറിലേക്ക്, നിങ്ങളുടെ രൂപങ്ങളിലേക്ക്. ലാ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും. ഒരു റിവായത്തിൽ കാണാ വലാ ഇലാ അഅമാലിക്കും, നിങ്ങളുടെ കർമ്മത്തിലേക്കും അല്ലാഹു നോക്കുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങളെ നിസ്കാരത്തിലേക്ക് നോക്കുന്നില്ല, നോമ്പിലേക്ക് നോക്കുന്നില്ല, ഖുർആൻ പാരായണത്തിലേക്ക് നോക്കുന്നില്ല, ദാനധർമ്മങ്ങളിലേക്ക് നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, ഹൃദയം എങ്ങനെയുണ്ട് ഇതാ നോക്കുക. ആ ഹൃദയത്തിൽ നിന്ന് ഏത് പരുവത്തിലാണ് ഈ നിസ്കാരം വന്നത് അത് നോക്കും. ഹൃദയത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ ദാനധർമ്മം വന്നത് അത് നോക്കും. ഹൃദയത്തിൽ നിന്ന് എന്തൊരു പ്രചോദനത്തിന്റെ പിൻബലത്തിലാണ് ഈ സമുദായ സേവനം വന്നത്, പള്ളി പരിപാലനം വന്നത് അത് നോക്കും. എന്നല്ലാതെ അമലിലേക്ക് പോലും പടച്ചവന്റെ പരിഗണനയില്ല. അപ്പൊ നോട്ടസ്ഥാനം എവിടെ? കേന്ദ്രം ഖൽബാണ്, ഹൃദയമാണ്, മനസ്സാണ്. അവിടെ അല്ലാഹ് നോക്കുന്ന സ്ഥലല്ലേ
ഒരു ദിവസം പോലും അതൊന്ന് നന്നാക്കാൻ. അതെങ്ങനെ നന്നാക്കുക? ഈ കറ അങ്ങോട്ട് കഴുകിക്കളയണം. എങ്ങനെ കഴുകിക്കളയാ? കണ്ണീര് കൊണ്ട് കഴുകിക്കളയാം. തഹജ്ജുദിന് എണീറ്റിട്ട് ആരും അറിയണ്ട, ഭാര്യ അറിയണ്ട, മക്കളും അറിയണ്ട, ആ തേങ്ങൽ ഉള്ളിൽ ഒതുക്കിയിട്ടൊന്ന് കരഞ്ഞു നോക്ക്. ഒരു 3 ദിവസം കരയുമ്പോഴേക്ക് തെളിച്ചം തുടങ്ങും ഹൃദയം. പടച്ചോ നോക്കുന്ന ഭാഗത്തെ മാലിന്യമൊക്കെ അലിഞ്ഞു പോകും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇത് ഒന്നാമത്തെ ചോദ്യം. വേണ്ട, കബറ് കൊണ്ടുപോയി കിടത്തിയ ഒന്നാമത്തെ ചോദ്യം എന്താ? മൊല്ലാക്ക തെൽക്കീം ചൊല്ലി കൊടുക്കണത് കേട്ടിട്ടില്ലേ? നീ തെൽക്കീം ചൊല്ലണില്ലെങ്കിലും ഒന്നാമത്തെ ചോദ്യം എന്താണ്? മൻ മൻ റബ്ബുക. എന്താണ് ചോദ്യം? മൻ റബ്ബുക, നിന്റെ റബ്ബാരാടാ? പിന്നെ വമൻ നബിയുക വമാ ഇമാമുക വമാ ഖിബ്ലതുക വമാ ദീനുക എന്നിത്യാദി ചോദ്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക. എന്തായിരുന്നു ഉത്തരം? എന്തായിരുന്നു ഉത്തരം? അല്ലാഹു റബ്ബി. ഇവിടുന്ന് മൊല്ലാക്ക ചൊല്ലിത്തരുന്നത് ഏറ്റി ചൊല്ലി പഠിച്ചാല് അവിടെ ഉത്തരം കിട്ടൂല. അല്ലെങ്കിൽ മൊല്ലാക്ക അവിടെ മരിച്ച മയ്യത്തിന്റെ തലഭാഗത്ത് ഇരുന്നിട്ട് പറഞ്ഞോണ്ട് കേട്ടോ അല്ലാഹു റബ്ബി എന്ന് പറഞ്ഞോണ്ട്, അതൊരു പ്രതീകാത്മകമായ ഇടപാടാണ്. അത്രേ ഉള്ളത്. അല്ലാതെ ജീവിതകാലത്ത് പഠിക്കാത്ത ഹംകിനി മൊല്ലാക്ക പറഞ്ഞു കൊടുത്താൽ കിട്ടൂല. അതൊരു പ്രതീകാത്മകമായ ഒരു ചടങ്ങ് മാത്രമാണ്. അത്രേ ഉള്ളതില്. പിന്നെ മുഅ്മിനീങ്ങൾ എന്തോ കുറ്റൊക്കെ ചെയ്ത മുഅ്മിനീങ്ങളാണെങ്കിൽ അവർക്കൊരു ഉണർത്തല്. ചിരി പഠിച്ചിട്ടുണ്ട്, ചിരി മറന്നുപോയിട്ടുണ്ട്. അവനെ ഉണർത്തിയാല് പഠിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ മറന്നുപോയി, അവനെ ഉണർത്തിയാല് കാര്യമില്ലേ? ആ കാര്യം അവിടെ കിട്ടും. എന്നല്ലാതെ ആർക്കാണ് അല്ലാഹു റബ്ബി എന്ന് പറയാൻ പറ്റുക? നമ്മൾ ഇവിടുന്ന് പഠിക്കുക, ട്യൂഷൻ പഠിക്കുക. ഞാൻ സാധാരണ പറയല് മൊല്ലാക്കാനോട് ഞാൻ ചോദിക്കല് ട്യൂഷൻ ക്ലാസ്സിന് പോണില്ലേ എന്നാ ചോദിക്കല്. ഇത് അടക്കണോടത്തേക്ക് പോകാതിരിക്കുമ്പോ എന്തേ ട്യൂഷൻ ക്ലാസ്സിന് പോണില്ലേ? അതൊരു ട്യൂഷൻ ക്ലാസ് ആണത് അല്ലേ? ഈ ട്യൂഷൻ ക്ലാസ് കൊണ്ട് മാത്രം നടക്കൂല. ഇവിടുന്ന് ഇപ്പൊ നമ്മൾ ശരിക്കും പഠിച്ചു. മൻ റബ്ബുക്കാന്ന് മുൻകറും നക്കീറും ചോദിക്കുമ്പോ അല്ലാഹു റബ്ബി എന്നാണ് അതിന്റെ ഉത്തരം. ഇവിടുന്ന് പഠിച്ച് ഈ പഠനം കൊണ്ടും അവിടുന്ന് ഉത്തരം കിട്ടൂല, ഈ പഠനം കൊണ്ടും അവിടുന്ന് ഉത്തരം കിട്ടൂല. പിന്നെ ഏത് പഠനം കൊണ്ടാ ഉത്തരം കിട്ടുക? അല്ലാഹു റബ്ബി എന്ന ബോധ്യം. എന്ത് അല്ലാഹു റബ്ബി എന്ന അനുഭവം. എന്റെ പണോ, എന്റെ കുടുംബോ, എന്റെ സമൂഹോ, എന്റെ തൊഴിലോ ഒന്നുമല്ല എന്റെ റബ്ബ്. എന്റെ വാപ്പയല്ല, എന്റെ ഉമ്മയല്ല, എന്റെ മക്കളല്ല, ആരുമല്ല എന്റെ റബ്ബ്. എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ മനുഷ്യനെ അവിടെ വെച്ച് സ്ഫുടമായി അല്ലാഹു റബ്ബി എന്ന് പറയാൻ സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് പറ്റൂല. എന്ന് വെച്ചാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഫാത്തിഹയിലെ 2ാമത്തെ ആയത്ത് ഉള്ളറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്തിട്ട് ആ തിയറി അങ്ങ് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കിയിട്ട് പടച്ച റബ്ബിന്റെ ഇടപെടൽ തന്റെ കാര്യത്തിൽ ജീവിതത്തിലുള്ള കണക്റ്റഡ് ആയിട്ടുള്ള അല്ലാഹുവിന്റെ കണക്ഷൻ, ആ റബ്ബുമായിട്ടുള്ള ബന്ധം അത് അറിയണം. അറിഞ്ഞിട്ട് റബ്ബിനെ സമർപ്പിക്കണം, ഹംദ് കൊടുക്കണം. ഈ ആളുകൾക്ക് പറ്റും. അവരാണ് മുഅ്മിനീങ്ങൾ. ഖുർആന്റെ ഭാഷയിൽ ആരാ മുഅ്മിനീങ്ങൾ? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. മുഅ്മിനീങ്ങൾ ഒരു ഗ്രൂപ്പ് മാത്രമാണ്. ഖുർആൻ പറയാൻ ഒരു ഗ്രൂപ്പ് മാത്രമാണ് മുഅ്മിനീങ്ങൾ. ഇദാ ദുകിറല്ലാഹു, അല്ലാഹ് എന്ന് കേട്ടാൽ തന്നെ വജിലത് ഖുലൂബുഹും. അങ്ങനെയല്ല. ഇപ്പൊ നരേന്ദ്രമോദി എന്ന് കേട്ടാൽ അതിന്റെ ഒരു ഫീലിംഗ് വരുന്നില്ലേ? അമിത് ഷാ എന്നാണ് പറയുമ്പോ അതിന്റെ ഒരു ഫീലിംഗ് വരുന്നില്ലേ? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുമ്പോ റസൂലിനെ പഠിച്ച ആളാണെങ്കിൽ അതിന്റെ ഒരു ഫീലിംഗ് വരും, അല്ലാത്തവന് വരുമൊന്നുമില്ല. അള്ളാന്ന് പറഞ്ഞിട്ട് ഒരു അനക്കുമില്ല, ഒരു ഫീലിംഗും ഇല്ല. പോയി കഥ കഴിഞ്ഞു. ഞാൻ പറയല്ല, അള്ളാഹു പറയാണ്. ഹൃദയങ്ങളിൽ പ്രകമ്പനമുണ്ടാകുന്ന പറഞ്ഞത്. റബ്ബിന്റെ സൂക്തങ്ങൾ, റബ്ബിൽ നിന്നുള്ള ദർശനങ്ങൾ അവരുടെ മുമ്പാകെ ഓതി കേൾപ്പിച്ചാൽ സാദത്തുഹും ഈമാനാ, അവരുടെ വിശ്വാസം വർദ്ധിക്കും, അധികരിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ സമസ്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരുടെ റബ്ബിങ്കൽ സമർപ്പിക്കും. അതാണ് യതവക്കലൂൻ. CAA മാത്രമല്ല
NRC മാത്രമല്ല, രോഗങ്ങളും കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും അപമാനങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവനെ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ആർക്കും പരിഹരിക്കാൻ പറ്റൂല. അവിടെ സമർപ്പിച്ചിട്ട് ഡ്യൂട്ടി ചെയ്യണം. അല്ല ഇപ്പം അന്നം തരുന്നത് അങ്ങ വാ തുറന്നിട്ട് അള്ളാഹുലേക്ക് ചിന്തിച്ചിരിക്കാൻ പറ്റൂല. ഇതൊക്കെ പടച്ചവന്റെ ഇടപാടല്ലേ. ഈ തൊഴിലുണ്ടാക്കിയത് ആരാ തൊഴിലുണ്ടാക്കിയത്? ആരാ കച്ചവടം ഉണ്ടാക്കിയത്? ആരാ അതിനുള്ള മുതലിറക്കിയത്? ഒക്കെ അല്ലല്ലേ. അതൊക്കെ മെറ്റീരിയൽ അല്ല. അതോ റബ്ബുൽ ആലമീൻ അവിടെയൊക്കെ കാണണം എന്നാ പറഞ്ഞത്, അതിന്ന് മാറി നിൽക്കണം എന്നല്ല. നിങ്ങൾക്കറിയോ മഹാനായ സ്വഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻ, ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പൊന്നോമന മകൻ, മുത്ത് റസൂലിന്റെ പ്രിയങ്കരനായ സ്വഹാബി, സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ പണ്ഡിത ശ്രേഷ്ഠർ, മുത്തബിഉ സുന്ന എന്ന സ്ഥാനപ്പേര് കിട്ടിയ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻ ഇമാമ് നിൽക്കുകയാണ് മിഹ്റാബില്. ആർക്കാ ഇമാമ് നിൽക്കുന്നത്? സ്വഹാബികൾക്ക്. ഫാത്തിഹയ്ക്ക് ശേഷം എവിടെ എത്തി ഓത്ത്? യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ബോധം കെട്ടു വീണ്. തലയിറങ്ങിയതല്ല, തല കറങ്ങി പ്രഷർ കുറഞ്ഞു വീണതല്ല, ബോധം കെട്ടു വീണ്. ഏതോതിയിട്ട് യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ലോകനാഥനായ തമ്പുരാന്റെ മുമ്പാകെ മാനവ മക്കളൊക്കെയും വിചാരണക്ക് വന്നു നിൽക്കുന്ന ദിവസം ഒന്നോർത്തു നോക്കൂ എന്നർത്ഥം വരുന്ന ആയത്ത്. എന്താ അർത്ഥം? ലോകനാഥനായ അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണക്ക് കാത്ത് മനുഷ്യരൊക്കെയും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ രംഗം ഒന്നോർക്കൂ എന്നർത്ഥം. അപ്പ ബോധം കെട്ടു വീണ്. റബ്ബുൽ ആലമീനെ തിരിഞ്ഞതുകൊണ്ടാണ് ആ ഫീലിംഗ് വന്നത്. അതുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നിർത്തുകയാണ്, നീട്ടി കൊണ്ടുപോകണില്ല, പറ്റൂല. അത് റബ്ബിന്റെ തർബിയത്ത് വ്യക്തിയിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, പ്രപഞ്ചത്തിൽ. റബ്ബുൽ ആലമീൻ അള്ളാഹുവിന്റെ തർബിയത്ത്, പരിപാലനം വ്യക്തിയില്, കുടുംബത്തില്, സമൂഹത്തില്, പ്രപഞ്ചത്തില്. ഇതൊക്കെ വേർതിരിച്ച് പഠിച്ചിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്നാലാണ് ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന്റെ പഠനം പൂർത്തിയാവുള്ളൂ. ഖുർആൻ ക്ലാസ്സിൽ ഞാനും പോയിരുന്നു അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പഠിച്ചോ? പഠിച്ചു. എന്താ പഠിച്ചത്? റബ്ബിന്റെ തർബിയത്ത് എന്നിൽ, ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ കുടുംബത്തില്, സമൂഹത്തില്, ഈ ലോകത്ത്, പ്രപഞ്ചത്തിൽ അള്ളാന്റെ തർബിയത്ത് നോക്ക്. നമ്മൾ കുറേ പറഞ്ഞു, ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് പ്രപഞ്ചത്തിലെ തർബിയത്ത് പറഞ്ഞു. അള്ളാഹു മനുഷ്യരായ നമുക്കിവിടെ പാർക്കാൻ പാകത്തില് ഒരു തട്ടുമുട്ടില്ലാതെ, ഒരു എറർ വരുത്താതെ ഈ ഭൂമിയെയും ആകാശത്തെയോ ഈ കടലിനെയൊക്കെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഈ ധിക്കാരി വർഗം, തെമ്മാടി വർഗത്തിന്റെ താന്തോന്നിത്തങ്ങൾ കണ്ടിട്ട് വാനലോകം അള്ളാഹുവിനോട് വിളിച്ചു ചോദിക്കുന്നു, ആകാശമണ്ഡലങ്ങൾ, യാ റബ്ബി, എന്നെ പടച്ച് ഉയർത്തി വെച്ച, തൂണുകളില്ലാതെ എന്നെ സംവിധാനിച്ചു വെച്ച ഉടമസ്ഥനെ, ഞാൻ ഈ ധിക്കാരി വർഗത്തിന്റെ മേലിൽ ഒന്ന് തകർന്ന് വീഴട്ടെ, ഒന്ന് പൊട്ടിച്ചിതറി വീഴട്ടെ അവർക്ക് മീതെ. ഭൂമി ചോദിക്കുകയാണ്, യാ റബ്ബി, എന്നെ സംവിധാനിച്ച് ഈ ഭൂലോകത്തുള്ള തെമ്മാടിക്കൂട്ടത്തിന് തൊട്ടിലുപോലെ എന്നെ ഒരുക്കി കൊടുത്ത തമ്പുരാനെ, ഈ തെമ്മാടിക്കൂട്ടം എന്റെ മാറിലൂടെ തെമ്മാടിത്തരം കാട്ടി നിന്നെ മറന്നു ജീവിക്കുമ്പോൾ ഞാനൊന്ന് പിളർന്ന് അവരെ വിഴുങ്ങട്ടെ അല്ലാ, ഞാനൊന്ന് പിളർന്ന് അവരെ വിഴുങ്ങട്ടെ അല്ലാ. സമുദ്രം ചോദിക്കാണ്, യാ റബ്ബി, ഭൂമിയുടെ മുക്കാഭാഗവും ഞാനാണ്, എന്നെയാണ് നീ പടച്ചു വെച്ചത്, ഭൂരിഭാഗവും ഞാനാണ്. സമുദ്രം പറയാണ്, ഈ ധിക്കാരി വർഗത്തെ ഞാനൊന്ന് നക്കി തുടക്കട്ടെ അല്ലാ. ഹദീസാണിത്. പടച്ച റബ്ബ് എന്താ പറയുന്നത്? റബ്ബുൽ ആലമീൻ എന്താ പറയുന്നത്? നിങ്ങൾ ആരുമല്ല അവരുടെ ഉടമ, മനുഷ്യരുടെ ഉടമ ഞാനാണ്.
ഞാനാണ് അവരെ പടച്ചത്, എനിക്കറിയാം അവരെ എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ട് നിങ്ങളാരും റോങ് ആകാൻ നിൽക്കട്ട, ഞാൻ പറഞ്ഞ പോലെ നിന്നാ മതി, അമിതാവേശം വേണ്ട, അള്ളാഹു തടഞ്ഞു വെക്കും. ഒരു ഹദീസിൽ ഇങ്ങനെ കാണുന്നുണ്ട്, മാമിൻ ലൈലത്തിൻ, ഒരു രാത്രിയും കഴിഞ്ഞു പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാമിൻ ലൈലത്തിൻ. നമ്മുടെ മുല്ലപ്പെരിയാറൊക്കെ നമ്മൾ കുറെ ചർച്ച ചെയ്ത് കുറെ ഉറക്കം നമുക്ക് നഷ്ടപ്പെടാൻ കാരണമായ ഒരു സംവിധാനമാണ് മുല്ലപ്പെരിയാർ ഡാം, അല്ലേ? കേട്ടോ, മാമിൻ ലൈലത്തിൻ, ഒരു രാത്രിയും കഴിഞ്ഞു പോകുന്നില്ല. ഇല്ലാവൽ ബഹറു, സമുദ്രവും ജലസ്രോതസ്സുകളുമൊക്കെ. ബഹർ പറഞ്ഞാല് അറബ് ഭാഷയിൽ സീക്ക് മാത്രല്ല, കടലിന് മാത്രല്ല, വലിയ ലേക്കാണെങ്കിലും വലിയ തടാകാണെങ്കിലും അതിന് ബഹർ എന്ന് അറബിയിൽ പറയും. ഇല്ലാവൽ ബഹറു, ജലസ്രോതസ്സുകൾ, കടലടക്കമുള്ള ജലസ്രോതസ്സുകൾ എത്തി നോക്കും. ഫീഹാ സലാസ മറാത്തിൻ അലൽ അർള്, ഒരു 3 തവണ ഓരോ രാത്രിയിൽ ഇങ്ങനെ എത്തി നോക്കും ഭൂമിയിലേക്ക്, കരയിലേക്ക്. എന്നിട്ട് അള്ളാഹുവിനോട് അനുവാദം ആരായും, അനുവാദം ചോദിക്കും. കടല് ചോദിക്കും, മുല്ലപ്പെരിയാറിലെ വെള്ളം ചോദിക്കും. എന്തിനാ അനുവാദം ചോദിക്കുന്നത്? ആദം മക്കളിലെ തെമ്മാടികളുടെ മേലിൽ ഞാനൊന്ന് പൊട്ടട്ടെ എന്ന് അള്ളാഹുവിനോട് അനുവാദം ചോദിക്കും. ഓരോ രാവുകളിലും 3 തവണ. അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് ആ ജലസ്രോതസ്സുകളെ, സമുദ്രത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു രാഷ്ട്രത്തിന്റെ കടലിന്റെ അടിത്തട്ടിലൊരു ചെറിയ പ്രകമ്പനം, അതല്ലേ രാക്ഷസ തിരമാലകൾ സമ്മാനിച്ച സുനാമിയായി വന്നത്? ബംഗ്ലാദേശിന്റെ ഏതോ ഒരു ഭാഗത്ത്, സുമാത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കടലിന്റെ അടിത്തട്ടിൽ ചെറിയ ചലനം, അതല്ലേ കേരള തീരത്തെ പോലും നക്കി തുടച്ചത്, അല്ലേ? അള്ളാഹു പറയാണ്, അവിടെ നിന്നോ, ഇങ്ങോട്ട് വരണ്ട എന്ന് വെച്ചാൽ ഇത് പൊട്ടി വരാൻ പാകത്തിലാണ് നിൽക്കുന്നത്. ഒരു രാത്രി 3 വട്ടം പൊട്ടേണ്ട ഗതിയിൽ, തെര അടിക്കേണ്ട അവസ്ഥയിലാണ് ഇതുള്ളത്. അള്ളാഹു തടഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ തെർബിയത്ത്, അതൊക്കെ എത്ര നമ്മൾ ആലോചിക്കണം, എത്ര അൽഹംദുലില്ലാ അതിന് പറയേണ്ടി വരും ചിന്തിച്ചാല്. കുടുംബത്തിലെ തെർബിയത്ത്, പടച്ചോനെ, അത് പറയുകയാണെങ്കിൽ ഒരു 4 ദിവസം വേണ്ടി വരും. കുടുംബത്തിലെ, എൻ്റെ കുടുംബത്തിലെ റബ്ബ് ചെയ്തു തരുന്ന തെർബിയത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്തു തരുന്ന തെർബിയത്ത്, അത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ലേ? ഇബാദുർ റഹ്മാൻ, കരുണാമയനായ ദൈവത്തിന്റെ ദാസന്മാർ ആര്, അവരുടെ ക്വാളിറ്റി എന്ത് എന്ന് പറയുന്നിടത്ത് കാണാ, വല്ലദീന യഖൂലൂൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ചോനെ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിലൂടെ ഞങ്ങൾക്ക് സന്തോഷം, കൺകുളിർമ സമ്മാനിക്കണമേ റബ്ബേ എന്ന് ദുആ ചെയ്യുന്നവരാണ് റഹ്മാനായ റബ്ബിന്റെ ദാസന്മാർ. ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ കാണാം ഈ പ്രാർത്ഥന. നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. എന്താണ് പ്രാർത്ഥന? പടച്ചവനെ, എൻ്റെ ഭാര്യ സന്താനങ്ങളിലൂടെ എനിക്ക് കൺകുളിർമ തരേണമേ റബ്ബേ. വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക്, ഭക്തജനങ്ങൾക്ക് ഞങ്ങളെ നീ നേതാവാക്കണമേ തമ്പുരാനെ, ഇമാമീങ്ങളാക്കണമേ തമ്പുരാനെ. തെമ്മാടിക്കൂട്ടത്തിന്റെ ലീഡർഷിപ്പ് അല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഭക്തജനങ്ങളുടെ ലീഡർഷിപ്പാണ് വേണ്ടത്. അവരുടെ മുൻപന്തിയിലാണ് ഞങ്ങൾ ഉണ്ടാകേണ്ടത്. ഇതാ പ്രാർത്ഥന. അള്ളാഹ് കുടുംബത്തെ തെർബിയത്താക്കുന്നത്. ഈ ആയത്ത് വിശദീകരിച്ച് മുഫസ്സിറുകൾ 6 ഘട്ടം പറയുന്നുണ്ട്. ഫാമിലിയിൽ അള്ളാഹു വരുത്തുന്ന തെർബിയത്ത്, ഡെവലപ്മെന്റ്, പോറ്റല്, ഒന്ന് ദുന്യാവ് തന്നെ. പടച്ചോൻ കൊളാക്കിയാൽ കുടുങ്ങി മക്കളെ. കെട്ടിയോളെ റോങ് ആക്കി വെച്ച കഴിഞ്ഞിലെ കുടിക്കണ കഞ്ഞിക്കൊല്ല സമാധാനം ഉണ്ടോ? എത്ര സഹോദരന്മാർ അതിന്റെ കെടുതി അനുഭവിക്കുന്നുണ്ട്. പൊന്നാരുസ്താദ്, എങ്ങനത്തെ ഒരു പെടൽ, എന്താ ചെയ്യുക? അതിനെ തല്ലി കൊല്ലാൻ പറ്റുമോ? പറ്റൂല. പിള്ളേര് 2 എണ്ണമായി പോയില്ലേ. വാ തുറന്നാല് മോന്തം വന്ന് കൈയെടുക്കൂല. ഈ പരുവത്തിലാണ് ഉസ്താദ്, എന്താ ചെയ്യുക? ദുആ ചെയ്തു നോക്കി, ഉപദേശിച്ചു നോക്കി, നടക്കണില്ല. അള്ളാന്റെ തെർബിയത്ത് അങ്ങനെയാണ്, സഹിച്ചോളണം. ആ കോലത്തിലാണ്. മക്കൾ ഒന്ന് തല തിരിഞ്ഞാ പോയാലേ സമാധാനം കഴിഞ്ഞില്ലേ? ഇല്ലേ?
ഒരു പ്രഗത്ഭനായൊരു വ്യക്തിയുടെ പെൺകുട്ടി ചാടിപ്പോവാണ്. ആരെ കൂടെ ചാടിപ്പോണത്? സുരേഷിന്റെ ഒപ്പം ഒന്നുമല്ല, ഒരു മമ്മാലിന്റെ ഒപ്പം തന്നെ ചാടിപ്പോണത്. പക്ഷെ അതെന്റെ അവസ്ഥക്കും ഫാമിലിയുടെ കൾച്ചറിനും യോജിച്ചതല്ല. പിന്നെ അന്ന് തൊട്ട് പിന്നെ തിന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങണില്ല, ഉറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല. അല്ലെ, ഖുർറത്ത അയ്യുനിൻ ദ്വാരക്കാണ്. ഫാമിലിയിൽ തെർബിയത്ത് തന്നിട്ട് കൺകുളിർമ തരണേ അല്ലാ. ഒന്നാമത്തെ കൺകുളിർമ ദുന്യാവിലാണ്. അനുസരിക്കുന്ന സ്നേഹമുള്ള ഒരു കുടുംബത്തെ കിട്ടിയാൽ അൽഹംദുലില്ലാ, അത്ര റാഹത്ത് വേറുണ്ടോ? അള്ളാഹു തരട്ടെ. 1. 2, മരിക്കണ നേരത്ത് ആ വേർപാടിന്റെ വിരഹ ദുഃഖത്തിൽ പടച്ചോനെ ഞാൻ പോവാളെ എൻ്റെ പിള്ളേരിട്ട്, എൻ്റെ ഭാര്യയെ ഇട്ടേച്ച് പോവാണല്ലോ അല്ലാ. ഈ ഒരു വിരഹ ദുഃഖത്തിന്റെ നേരത്ത് റഹ്മത്തിന്റെ മാലാകമാർ വന്നിട്ട് സ്വർഗത്തിലെ കുടുംബ വീട് കാണിച്ചു കൊടുക്കും. എന്തിനാടാ സങ്കടപ്പെടുന്നേ? നീ മാത്രല്ല, നിന്റെ ഭാര്യ മക്കൾ എല്ലാവർക്കും കിടക്കാനുള്ള വീട് ഇതാ. അപ്പൊ ചിരിക്കും. അതാണ് ചില മയ്യത്തിൽ ആ പുഞ്ചിരി ബാക്കിയാകുന്നത്. പറയാൻ നേരം കിട്ടൂല. ഞാൻ പോവാട്ടോ, ഞാൻ നേരത്തെ പോവാ, നമുക്കവിടെ വീട് റെഡിയാണ് കേട്ടോ എന്ന് പറയാൻ ചാൻസ് കിട്ടൂല. അതാണ് ആ ചിരി. ഏത് ചിരി? ഫാമിലിയോടൊന്നിച്ച് അള്ളാഹു സ്വർഗലോകത്തൊരുക്കി വെച്ച തെർബിയത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു അതിന് തൗഫീക്ക് തരട്ടെ നമുക്ക്. 2, 3, മൂന്നാമത്തെ നേരം ഖബറിന്ന് എണീക്കുമ്പോ നബി തങ്ങൾ പറയാം, ഞാൻ ആ രംഗം ഇങ്ങനെ കാണുകയാണ്. ചൊല്ല മാത്രല്ല, അതിലൂടെ ജീവിച്ച പാർട്ടികളെ ഞാനിങ്ങനെ കാണുകയാണ് കണ്ണുകൊണ്ട്. യഖൂമൂന മിൻ ഖുബൂരിഹിം, അവരുടെ ഖബറിൽ നിന്ന് അവർ ചാടി എണീക്കും. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ 2ാമത്തെ ഊത്തോടെ ചാടി എണീക്കും. യൻഫുദൂന തുറാബ അൻ റൂസിഹിം, എന്നിട്ട് തലയിൽ നിന്ന് മണ്ണ് തട്ടും അവരെന്നെ. എവിടുന്നായി എണീക്കുന്നത്? മണ്ണിൽ നിന്ന്. അവരുടെ ദേഹത്തിലുള്ള തലമുടിയിലുള്ള മണ്ണവർ കുടഞ്ഞ് തട്ടി മാറ്റും. എന്നിട്ട് ചോദിക്കും, ഐന വലദി, എവിടെ എന്റെ പിള്ളേര്? ഐന സൗജി, എന്റെ ഭാര്യ എവിടെ? എന്റെ ഭർത്താവ് എവിടെ? അപ്പൊ ഖുർആനല്ല പറഞ്ഞത്, യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സാഹിബതിഹി വ ബനി. ആ ദിവസം കെട്ടിയോളിട്ടോടും തള്ള മക്കളിട്ടോടും. അല്ലേ ഖുർആൻ പറഞ്ഞതല്ലേ? അത് കാഫിറിന്റെ അവസ്ഥയാണ്, കാഫിറുകളുടെ അവസ്ഥയാണ്. ബാപ്പിയും മോനും ഉമ്മിയും മോനും കെട്ടിയോനും കെട്ടിയോളും ഒന്നും തമ്മിൽ തിരിച്ചറിയാത്ത ദിവസം നിഷേധിക്കൂട്ടത്തിന്റെ അവസ്ഥയാണ്. അന്ന് ചില മുഖങ്ങൾ പ്രശോഭിതമായിരിക്കും, സുസ്മേരവദനങ്ങളായിരിക്കും. ഖബറിൽ നിന്ന് എണീക്കുന്നത് ചിരിച്ചുകൊണ്ടായിരിക്കും. ഇതും ഖുർആനാ പറഞ്ഞത്. അള്ളാഹു അതിന് തൗഫീക്ക് തരട്ടെ. ഒന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു ആമീന്. ചിരിച്ചും കൊണ്ട് ഖബറിൽ നിന്ന് എണീക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എന്നിട്ട് ചോദിക്കും, ഐന സൗജി, എവിടെ എൻ്റെ കെട്ടിയോള്, എവിടെ എൻ്റെ മക്കള്? പറയേണ്ട താമസം അവരവിടെ എത്തും. കൺകുളിർമ. മഷറയിലേക്ക് കൊണ്ടുപോയിട്ട് ഫാമിലി സൈദാണ് അഴുതുൽ കൗസർ കുടിക്കുക. ഫാമിലി സൈഡ് ഒരു ജ്യൂസ് കുടിക്കുന്നതിന്റെ സുഖം വേറെ അല്ലേ? ഒറ്റ കുടിക്കണ ഐഡിയ. ഒരു ഞായറാഴ്ച ഉണ്ടാവുമ്പോൾ നമ്മൾ അവരെ കൂട്ടിയിട്ട് ഒരു ജ്യൂസ് കുടിക്കാൻ പോയാൽ അതിന്റെ സുഖം വേറെ അല്ലേ? ഫാമിലി ആയിട്ട് മുത്തുനബിയുടെ ഹൗദിൽ നിന്ന് പാനം ചെയ്യാൻ, ഫാമിലി ആയിട്ട് അല മനാബിറ മിൻ നൂരിൻ, പ്രകാശത്തിന്റെ സ്റ്റേജിൽ കയറ്റിയിരുത്തുക. ഫാമിലിയായിട്ട് സ്വർഗത്തിലേക്ക് അള്ളാഹു പറഞ്ഞയക്കുക. ആ രംഗമൊക്കെ ഖുർആന് അതിമനോഹരായിട്ടാ പറയുന്നത്. وَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَسَاءَلُونَ قَالُوا إِنَّا كُنَّا قَبْلُ فِي أَهْلِنَا مُشْفِقِينَ فَمَنَّ اللَّهُ عَلَيْنَا وَوَقَانَا عَذَابَ السَّمُومِ. ഒരു മണിക്കൂർ വിശദീകരിക്കേണ്ട ആയത്താണ്, ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. അള്ളാഹു ഫാമിലി ആയിട്ട് സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്ന ആ രൂപമാണ് ആ പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് ഈ ഘട്ടങ്ങളിലൊക്കെ അള്ളാന്റെ തെർബിയത്ത്, ഇത് ഈ 6 നേരത്തെ അള്ളാന്റെ തെർബിയത്ത് ചുമ്മാ കിട്ടൂല. അത് ഏത് ഫാമിലിക്കാ കിട്ടുക? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതേണ്ട വിധത്തിൽ ഓതിയിട്ട്, ഉൾക്കൊള്ളേണ്ട വിധത്തിൽ ഉൾക്കൊണ്ടിട്ട്, സമർപ്പിക്കേണ്ട വിധത്തിൽ സമർപ്പിക്കുന്നവർക്കാണ് ഫാമിലിയിൽ തെർബിയത്ത് കിട്ടുക. 6 സമയത്ത് കിട്ടുക. അതെങ്ങനെ ഉസ്താദ്? അതും കൂടി പറഞ്ഞിട്ട് നിർത്താം നമുക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എങ്ങനെ അത് ഫാമിലിനെ പഠിപ്പിക്കുക? എങ്ങനെ അത് നമ്മൾ പഠിക്കുക? ഈ വക അനുഗ്രഹങ്ങൾ 6 സമയത്തും അള്ളാന്റെ തെർബിയത്ത് ഫാമിലിയിൽ കിട്ടാൻ, വ്യക്തിപരമായി കിട്ടാൻ എങ്ങനെയാണ് ഇപ്പൊ അൽഹംദുലില്ലാ പഠിക്കേണ്ടത്? ഞാൻ അടിവരടുകയാണ്.
ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന്റെ മുമ്പ് ഒന്നുകൂടെ പറയാണ്, സുഖത്തിലും ദുഃഖത്തിലും ഉയർച്ചയിലും താഴ്ചയിലും വേദനയിലും ആനന്ദത്തിലും അഭിമാനത്തിലും അപമാനത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും റബ്ബുൽ ആലമീനെ മനക്കണ്ണുകൊണ്ട് കണ്ടിട്ട് ആ റബ്ബിനെ പുകഴ്ത്തുക, സ്തുതിക്കുക. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റിയോ രക്ഷപ്പെട്ടു. ഇത് നമ്മളെ ഫാമിലിനെ പഠിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മക്കൾ അതാ പഠിപ്പിച്ചത്. ഏതാ മക്കള്? ഫാത്തിമ ബീവിയും പേരമക്കളും. ഇതല്ലേ മക്കള്? അല്ലാത്ത മക്കളൊക്കെ പോയാൽ 5-6 കുട്ടികൾ ഉണ്ടായെങ്കിലും ഒക്കെ ശൈശവകാലത്ത് തന്നെ മരിച്ചുപോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായും പേരമക്കളും കൊച്ചുമക്കളുമാണ് ഉണ്ടായത്. അവരെ പഠിപ്പിച്ചത് എന്താണ്? എന്താ അവരെ പഠിപ്പിച്ചത്? ഫാത്തിമത്തു ഖിത്അത്തും മിൻ കിബ്ദി, എന്റെ കരളിന്റെ കഷ്ണാണ് എന്റെ മോള് എന്ന് പറഞ്ഞു. ഫാത്തിമത്തു സയ്യിദത്തു നിസായി അഹ്ലിൽ ജന്ന, സ്വർഗീയ മംഗമാരുടെ ലീഡറാണ്, ചെയർപേഴ്സൺ ആണ് എന്റെ ഫാത്തിമ. ഖാല റസൂലുള്ളാഹി. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ് അതൊക്കെ. എന്നിട്ട് ഈ ഫാത്തിമാനെ കെട്ടിച്ചെടുത്തത് പട്ടിണി പരമദരിദ്രനായ അലിയാര് തങ്ങൾക്ക്. പക്ഷെ അലിയാർക്ക് ദീൻ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ദീന്. ഇന്നിപ്പോ ദീനൊന്നും വേണ്ട, തീന് നടക്കുവോ? തീന് അത് നടക്കുവോ? കല്യാണം കഴിച്ചു കൊടുക്കാൻ റെഡിയാ. ദീൻ എന്തുവിട്ട് അത് മൊല്ലാക്ക. തുങ്കഹുൽ മർഅതു ലിഅർബഇ ഹിസാലിൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫൽഫർ ബിദാത്തിദ്ദീൻ. മൊല്ലാക്ക കോദ കുത്തുബയിലെ. നമുക്കതൊന്നും ബാധകല്ല. നമ്മളെ പുള്ള പോയിരിക്കണ കഞ്ഞുടിക്കാൻ വകുപ്പുണ്ടോ ഇല്ലേ? പൊട്ടന്മാരെ, ഇന്ന് കുടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിലും നാളെ കുടിക്കാൻ വകുപ്പുണ്ട്. നിന്നെ എങ്ങനെ ഉറപ്പിക്ക? നീ എങ്ങനെ ഉറപ്പിക്ക? ദീനുണ്ടോന്ന് നോക്കിക്കോ. എന്നാ അവളെ കഞ്ഞികുടി മുട്ടൂല. ദീനില്ലേ? ഒരു വട്ടിപ്പലിശക്കാരനെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോ. നാളെ പൊട്ടുവൻ. അള്ളാഹു പലിശയെ തകർത്ത് കളയും, തേച്ചു മാച്ച് കളയും. ഇപ്പൊ ഇവൻ പലിശന്റെ ഇടപാടുകാരനാ. നല്ല കാറുണ്ട്, നല്ല വീടുണ്ട്, കഞ്ഞുടിക്കാൻ വകുപ്പുണ്ട്, മോളെ കെട്ടിക്ക. എവിടെ? അവൻ ആത്മഹത്യക്ക പോകുന്നത് 10 കൊല്ലം കഴിഞ്ഞിട്ട്. അള്ളാഹു കാക്കട്ടെ. അതാ ദീന്റെ പ്രസക്തി അതാണ്. ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു കൊടുത്തത് പട്ടിണി പാവമായ പരമദരിദ്രനായ ദീനുള്ള അലിയാര് തങ്ങൾക്ക്. എന്നിട്ടോ റസൂലുള്ള കുടുംബത്തിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പഠിപ്പിച്ച കോല ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെ അവർ ജീവിച്ചത്? ഉപ്പ ഒരു ആട്ടുകല്ല് വാങ്ങിക്കൊടുത്തിരുന്നു. ആർക്ക്? ഫാത്തിമ ബീവിക്ക്. ഇന്നിപ്പോ സ്ത്രീധനത്തിന് ചിലർ തെളിവ് പറയുന്നതാ. ഫാത്തിമ ബീവിക്ക് കുറച്ച് ഗൃഹോപകരണങ്ങൾ കൊടുത്തില്ലേ? വീട് മാറി താമസിച്ച നേരത്ത് അലിയാർ തങ്ങൾക്ക് കയ്യിൽ ചക്രം ഇല്ലാത്തതുകൊണ്ട് അള്ളാന്റെ റസൂല് സഹായിച്ചു. ഇത്രേ ഉള്ളത്. സ്ത്രീധനത്തിന് തെളിവൊന്നും അല്ലത്. അപ്പൊ അതിലൊരു ആട്ടുകല്ല്, മാവ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആട്ടുകല്ല് വാങ്ങിക്കൊടുത്തിരുന്നു. ഈ കല്ലില് ഗോതമ്പ് മാവുണ്ടാക്കി റൊട്ടി ചുടും. ആര്? അള്ളാന്റെ റസൂലിന്റെ ആരംഭ പൂമുത്ത് ഫാത്തിമ റൊട്ടി ചുടും. അലിയാര് തങ്ങൾ കമ്പോളത്ത് പോയി വിൽക്കും. ഈ ആട്ടുകല്ലിൽ പണിത് കയ്യില് വീർത്ത് പൊള്ള വന്ന് പൊട്ടി. എന്ന് വെച്ചാൽ തഴമ്പില്ല, മൃദുലമായ കയ്യല്ലേ. അതില് വീർത്ത് പൊട്ടി വൃണമായി ആകെ. അങ്ങനെ വൃണമായി നിൽക്കുന്ന നേരത്താണ് ഒരു വാർത്ത കേട്ടത്. എന്താ വാർത്ത കേട്ടത്? ഇന്ന ഫാത്തിമ, ബുഖാരിയുടെ ഹദീസാട്ടോ, ഫാത്തിമ ബീവി ശക്കത്ത് മാ തൽഖാ മിൻ അസരി റഹ, ആട്ടുകല്ല് കൈ കൊണ്ട് പിടിച്ചത്. ഇതിപ്പോ ഹസനും ഹുസൈനും അലിയാർ തങ്ങൾക്കും റളിയല്ലാഹു അൻഹും ഫാത്തിമ ബീവിക്കും തിന്നാൻ 4 പേർക്കുള്ള റൊട്ടി ചുടുകയാണെങ്കിൽ കയ്യിൽ തഴമ്പൊന്നും വരൂല, പൊട്ടൽ വരൂല. വരുവോ? ഫുഡ് കഴിക്കാൻ ഉപജീവനത്തിന് പുറത്ത് അങ്ങാടി കൊണ്ടുപോയി, മദീന അങ്ങാടിയിൽ പോയിട്ട് റൊട്ടി കൊണ്ടുപോയി വിൽക്കണം. അതിന് കുറെ ഉണ്ടാക്കണ്ടേ, എന്നാലല്ലേ കിട്ടുള്ളൂ. അങ്ങനെ ഈ ആട്ടുകല്ല് പിടിച്ച ഭാഗത്ത് പൊള്ള വന്നു പൊട്ടി വൃണമായി. അപ്പോഴാണ് ഒരു വാർത്ത കേട്ടത്. നബി തങ്ങൾ പൊന്നുപ്പാന്റെ സവിധത്തിലെ ഒരു വിഭാഗം അടിമകൾ എത്തിയിട്ടുണ്ട്. അന്ന് അടിമകളുള്ള കാലല്ല അല്ലെ. ഒരു യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവർ അങ്ങനെ ക്രൂരമായി വധിക്കപ്പെടല്ല, അവരെ അടിമകളാക്കി വെക്കും. അങ്ങനെ അന്നത്തെ രീതി അതാ. ഒരു വിഭാഗം അടിമകൾ പൊന്നുപ്പാന്റെ മുന്നിലെത്തിയിട്ടുണ്ട് എന്ന വാർത്ത കേട്ടപ്പോ ഫന്തലഖത്ത് ഇറങ്ങി. എങ്ങോട്ട്? ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ട്. എന്തിന്? ഒരു സർവന്റിനെ ചോദിക്കാൻ വേണ്ടിയിട്ട് പോയി. നടന്നു ചെന്ന് നോക്കുമ്പോ ഫലം, അലിയാർ തങ്ങളെ കെട്ടിച്ച അയച്ച വീട്ടിലല്ലേ ഉള്ളത്, സ്വന്തം വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ഫലം തജിദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇല്ല.
അടിമകൾ പൊന്നുപ്പായുടെ മുന്നിലെത്തി എന്ന വാർത്ത കേട്ട് മോള് ഓടി ചെല്ലുകയാണ്. നോക്കുമ്പോ ഉപ്പ അവിടെ ഇല്ല, പുറത്താണ്. ഉപ്പ ഇല്ലെങ്കിലും ഫവജദത്ത് ആയിഷ, ഇളയമണ്ടാര് ആയിഷ ബീവി ഉണ്ട്. ചെന്നിട്ട് പറഞ്ഞു, ഞാൻ വന്നത് ഉപ്പാൻ്റെ അടുത്ത്, എൻ്റെ കൈ കണ്ടില്ലേ, ആകെ പൊട്ടി മുറിയായി, എന്തൊരു നീറ്റലാണ് കയ്യിന്. അതുകൊണ്ട് പള്ളിയിൽ കുറച്ച് സർവൻസ് വന്നു എന്ന് ഞാൻ കേട്ടു. ഒരു സർവൻറ്റിനെ എനിക്ക് വാപ്പ തന്നെങ്കിൽ വലിയൊരു റാഹത്താകുമായിരുന്നു. ഇത് ചോദിക്കാനാണ് വന്നത്. ഞാൻ പോവാണ്, വീട്ടിൽ മക്കൾ ഒറ്റക്കാണ് എന്നും പറഞ്ഞിട്ട് മോള് ഉപ്പാനെ കാത്ത് കഥ മടങ്ങിപ്പോയി. ഫലമ്മാ ജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഖ്ബറത് ആയിഷത്തു ബിമജീഇ ഫാത്തിമ. നബി തങ്ങൾ വൈകിട്ട് വീട്ടിൽ ആയിഷ ബീവിൻ്റെ അടുത്ത് എത്തിയപ്പോൾ മോള് വന്നിരുന്നു. എന്തേ മോള് വന്നത്? മോളെ കയ്യൊക്കെ ആകെ വൃണമായി പൊട്ടി. ആ ആട്ടുകല്ലിൽ മാവാട്ടിയിട്ട് ഈ റൊട്ടി ചുടാൻ വേണ്ടി പണിത് കയ്യൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് മോളെ. അതുകൊണ്ടൊരു സർവന്റ് വേണമെന്നുള്ളതാണ് മോളെ ആവശ്യം. രാത്രിയായിട്ടുണ്ട്. അത് കേൾക്കേണ്ട താമസം പുന്നാര പൊന്നുപ്പ അള്ളാന്റെ റസൂല് നേരെ മോളെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആയിഷ ബീവി പറയുന്നുണ്ട്, ഞാനും അലിയാരും മക്കളും കിടന്നിട്ടുണ്ട്, വിളക്കണച്ച് കിടന്നിട്ടുണ്ട്. ആ കിടന്ന സമയത്താണ് ഞങ്ങൾ രണ്ടാളും കിടന്നിട്ടുണ്ട്. അപ്പോഴാണ് ബാപ്പ വരുന്നത് കണ്ടപ്പോ ഞാൻ ചാടി എണീക്കാൻ വേണ്ടി നിന്നപ്പോ അല മക്കാനിക്കുമ, രണ്ടാളോടെ കിടന്നു. ബാപ്പയാണ് ഞാന്, ഒന്നെന്റെ മരുമോനാണ്, എന്റെ മോളാണ്, എണീറ്റ് ഓടണ്ട, രണ്ടാളോടെ കിടന്നോർ. എന്നിട്ട് ഫഖഅദ ബൈനന, എൻ്റെ മലിയാർ തങ്ങളുടെ ഇടയിൽ എൻ്റെ പൊന്നുപ്പ അള്ളാന്റെ റസൂൽ ഇരുന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞ വാക്ക് അറിയോ? അലാ ഉഅല്ലിമുകുമാ ഖൈറം മിമ്മാ സഅൽതുമാനി. നിങ്ങൾക്ക് രണ്ടാക്കുമ്പോ സർവന്റ് വേണല്ലേ, വീട്ടില് വേലക്കാര് വേണല്ലേ, തരക്കേടൊന്നുമില്ല. അതിലേറൊരു മുന്തിയ ഇടപാട് ഞാൻ പറഞ്ഞുതരട്ടെ, സർവന്റിനേക്കാൾ ഉത്തമമായൊരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരട്ടെ. പൊന്നുപ്പ പഠിപ്പിച്ചു തരൂ, യാ റസൂലല്ലാഹ് പഠിപ്പിച്ചു തരൂ. അലിയാരും ഫാത്തിമയും പറഞ്ഞു. അപ്പൊ പറഞ്ഞു കൊടുക്കുന്ന വാക്കെന്താ അറിയാ നിങ്ങൾക്ക്? ഇദാ അഖദ്തുമാ മലാജിഅകുമാ, നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ വരുമ്പോ ഫസബ്ബിഹാ സലാസൻ വസലാസീൻ വഹമിദാ സലാസൻ വസലാസീൻ വകബ്ബിറാ സലാസൻ വസലാസീൻ. ഒരു 33 സുബ്ഹാനല്ലയും 33 അൽഹംദുലില്ലയും 33 അല്ലാഹു അക്ബറും ഖൈറുൽ ലകുമാ മിൻ ഖാദിമിൻ. എൻ്റെ പൊന്നുമോളെ, സർവന്റിലേറെ മുന്തിയത് ഇതാണ് ട്ടോ എന്ന് വെച്ചാൽ ഈ ഇല്ലായ്മയിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് മോൾക്ക് ഉറങ്ങാൻ പറ്റിയാൽ സർവന്റ് ഉണ്ടെങ്കിൽ താൽക്കാലിക ആശ്വാസമല്ലേ. ഈ ജീവിതകാലത്ത് ഒരു ചെറിയ ആശ്വാസം കിട്ടും, അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അനന്തമായ ലോകത്ത് മോളെ, സ്വർഗത്തിൻ്റെ പറുദീസയിൽ ലോകത്തിനെ നയിക്കേണ്ടവളാണ് എൻ്റെ പൊന്നുമോള്. അതുകൊണ്ട് ഈ ലോകത്ത് നിന്ന് സർവന്റ് വേണ്ട. ഈ പ്രതിസന്ധിയിലും എൻ്റെ പൊന്നുമോള് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു 33 അൽഹംദുലില്ലാ അടക്കം സുബ്ഹാനല്ലയും അല്ലാഹു അക്ബറും പറഞ്ഞാൽ അത് മതി മോളെ. കണ്ട നിങ്ങൾ കുടുംബത്തിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പഠിപ്പിച്ച കോലം. നമ്മളെ കുടുംബത്തിന് എന്തെങ്കിലും ആവശ്യത ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് എൻ്റെ ഇപ്പൊ 2 പിള്ളേരാ വീട്ടില്, അതിന്റെ അവസ്ഥ പറയണ്ട അല്ലേ. അപ്പൊ ഈ പ്രതിസന്ധി അവരുണ്ടാകുമ്പോ റബ്ബിനെ പൊരുത്തപ്പെടിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് നമ്മൾ വളർത്തണം. ചുരുക്കി പറഞ്ഞ അൽഹംദുലില്ലാന്ന് 1000 വട്ടം ചൊല്ലിയതുകൊണ്ടോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അക്ഷരസ്ഫുടതയോടെ തജ്വീദ് ഒപ്പിച്ച് ഓതിയതുകൊണ്ടോ നമ്മൾ രക്ഷപ്പെടൂല. റബ്ബുൽ ആലമീൻ്റെ തെർബിയത്ത്, ഉടമസ്ഥനായ റബ്ബിൻ്റെ ഇടപെടൽ നമ്മുടെ കാര്യത്തിൽ ഏത് വിധത്തിൽ വന്നാലും പൊരുത്തപ്പെട്ട് നിന്നു കൊടുക്കുക എന്നതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൻ്റെ പ്രമേയം. അങ്ങനെ പൊരുത്തപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് റബ്ബ് നമ്മളെ കൈവിടൂല. ചെറിയ പരീക്ഷണം ഉണ്ടാകും, ആ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കാനാകും. അല്ലാഹു പൊരുളറിഞ്ഞ് അർത്ഥമറിഞ്ഞ് അന്വർത്ഥമാകും വിധം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതാനും അതനുസരിച്ച് ജീവിക്കാനും നമ്മെ സഹായിക്കട്ടെ. അടുത്തയാഴ്ച 3-ാമത്തെ ആയത്തായ മാലിക് യൗമിദ്ദീൻ, ഇതൊരു വലിയ വിഷയമാണത്. മാലിക് യൗമിദ്ദീൻ പറയുമ്പോൾ മാശറൊക്കെ പറയേണ്ടി വരും. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയ രീതിയിൽ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.